ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു തിരുവാതിരക്കളുടെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് തിരുവാതിരക്കളുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. നന്നായിട്ട് വേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വൈകുന്നേരത്തെ പ്രാക്ടീസിന് പോകുമ്പോൾ ഇതൊരു എക്സസൈസ് ആയിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വരും, കുറച്ചും ഇങ്ങോട്ട് നടക്കണം. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കുറച്ച് നടക്കണം, കുറച്ച് നേരം നടന്ന് നമ്മൾ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ വരുമ്പോൾ ഒരു എക്സസൈസ് ആണല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് തിരുവാതിരക്കളിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിലാണ് കേട്ടോ തിരുവാതിരക്കളി പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇത്തവണ തിരുവാതിരക്കളിയുടെ കൂടെ ഒരു കോൽക്കളി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സംഭവം എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കോൽക്കളി കളിക്കുന്നത്. അപ്പോൾ അത് തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്യണം, ആ ഒരു പേടി പോയിട്ട്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് തിരുവാതിരക്കളിയൊക്കെ കളിച്ചത് കാരണം ആ ഒരു പേടി പോയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് രാത്രി എന്തായാലും പ്രോഗ്രാമിന് പോകേണ്ട കാരണം കുറച്ച് പണികൾ കൂടുതലുണ്ട് നമുക്കിന്ന്. കാരണം ഇന്ന് പ്രോഗ്രാമായ കാരണം ഞങ്ങളിന്ന് നേരത്തെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പണികൾ അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്, വന്നിട്ട് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ വേഗം പണികളൊക്കെ ഒന്ന് ഒരുക്കിയിട്ട് വേണം നമുക്ക് തിരുവാതിരക്കളിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് മേക്കപ്പൊക്കെ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോവുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഞാൻ വീട്ടിലെ പണികളൊക്കെ വേഗം ഒന്ന് ചെയ്ത് തീർത്തിട്ട് നമുക്ക് തിരുവാതിരക്കളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാട്ടോ. അപ്പോൾ ആദ്യമേ കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാണ്ടായിരുന്നു, അലക്കി കൊടുന്ന് വെച്ച തുണികളൊക്കെ. അപ്പോൾ ഇതങ്ങ് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ പണിയൊക്കെ ഞാൻ രാത്രി കിടക്കാൻ നേരം, നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കാൻ നേരമാണ് ഞാൻ തുണികളൊക്കെ മടക്കി വയ്ക്കുന്നത്. ഇനി പോയിട്ട് എപ്പോഴാണ് തിരിച്ച് വരിക എന്ന് അറിയില്ലല്ലോ. എന്തായാലും കുറച്ച് ക്ഷീണം ഉണ്ടാകും. വന്ന ഉടനെ ഒന്ന് ഫ്രഷായിട്ട് കിടക്കാം. അപ്പോൾ പിന്നെ എന്തായാലും ഈ തുണി മടക്കൽ ഇന്ന് നടക്കില്ല. അപ്പോൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് തന്നെ വേഗം അങ്ങ് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം അപ്പോഴുള്ള തുണികൾ അപ്പം അങ്ങ് മടക്കി വയ്ക്കുമ്പോഴാണ് റൂം തന്നെ കാണുമ്പോൾ ഒരു നീറ്റായിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ റൂമിലേക്ക് കയറുമ്പോഴേ ഭ്രാന്ത് തോന്നും. അപ്പോൾ ഇനി തുണി മടക്കിക്കലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടയ്ക്കലാണ് കേട്ടോ. ഇപ്പോൾ പകൽ ഞാൻ തുടയ്ക്കാറില്ല, രാത്രിയാണ് തുടയ്ക്കാറ്. ഒന്നാമത് ഇവിടെ വെള്ളത്തിൻ്റെ ക്ഷാമം കാരണം 2 നേരം തുടയ്ക്കൽ നടക്കില്ല. പിന്നെ രാവിലെയൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ വെക്കേഷനും ആണല്ലോ. അതുപോലെ പുറത്തൊക്കെ പോയിട്ട് അകത്ത് കയറുക, പുറത്തിറങ്ങുക, അകത്ത് കയറുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ കൂടുതൽ പൊടിയും ചളിയൊക്കെ ആവാനാണ് സാധ്യത. അപ്പോൾ പിന്നെ രാത്രി എല്ലാ തുടയും കൂടി ഒറ്റ തുടയിൽ അങ്ങ് അവസാനിപ്പിക്കാമല്ലോ. പകൽ ഒന്ന് അടിച്ചു വാരിയിടും, 1-2 നേരമൊക്കെ അടിച്ചു വാരിയിടും. പിന്നെ രാത്രി ആണ് ഞാൻ ഇത് തറയൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. ഇതും രാത്രി ഞാൻ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടാണ് തുടച്ചിടാറ്. ഇന്നിപ്പോൾ ഇനി നടക്കില്ല, അതുകൊണ്ട് നേരത്തെ അങ്ങ് തുടച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വൈകിട്ട് ഞങ്ങൾ ചായ കുടിച്ച പാത്രമൊന്നും ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ അങ്ങനെ ഇട്ടിട്ട് ഞാൻ പ്രാക്ടീസിന് പോയതായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് പാത്രം കൂടി ഞാൻ കഴുകി വയ്ക്കാനുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഈ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്യണ്ടല്ലോ, ചെയ്യാനൊന്നാമത് എനിക്ക് പറ്റൂല. അപ്പോൾ പിന്നെ വേഗം വരിക, വേറെ പണികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എല്ലാതും ഇപ്പോൾ ചെയ്യാനുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിനി തിരുവാതിരക്കളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സെറ്റും മുണ്ടും പിന്നെ അതിലേക്കുള്ള ഓർണമെൻറ്റ്സൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ല കോൽക്കളി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൽക്കളി ആഡ് ചെയ്ത കാരണം മുടി ഇങ്ങനെ മുടഞ്ഞിട്ടോളണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. മുടി മുടഞ്ഞിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടി മുടഞ്ഞിടുകയാണ്. ഇത് എനിക്ക് അറിയുന്ന പോലെയൊക്കെയാണ് കേട്ടോ. ഈ വാർമുടി ഉണ്ടല്ലോ, വെപ്പ് മുടി ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ചിട്ടുള്ളത്. എനിക്കിങ്ങനെ ചെറിയ പേടി ഉണ്ടായിരുന്നത്, അങ്ങനെ കളിക്കുന്ന സമയത്ത് അങ്ങനെ തെറിച്ച് പോകുമോ എന്നുള്ള ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് കേട്ടോ എൻ്റെ ഡ്രസ്സിങ്ങും എൻ്റെ മേക്കപ്പൊക്കെ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ വീടും അടച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലം ഉള്ളത്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഒരുപാട് കുട്ടികളൊക്കെ പ്രോഗ്രാമിന് വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു. ഇതാണ്ടോ ഞങ്ങൾ ഡാൻസ് ചെയ്യുന്ന ഒരു ഹാള്. അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു.
അപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നടന്നു. ഇപ്പോൾ രാത്രി ഒരു 11 മണിയൊക്കെ ആയിരിക്കണം, അപ്പോഴാണ് നമ്മൾ തിരിച്ചു പോണത്. ഇപ്പോഴും പ്രോഗ്രാമൊന്നും അവിടെ അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കാണാൻ വേണ്ടി നിന്നില്ല കേട്ടോ, അപ്പോൾ ഇതിലും ലേറ്റ് ആവും. ഒരുപാട് കുട്ടികളിലൊക്കെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. ഇനി വീട്ടിലെത്തി എനിക്ക് ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, കാരണം ചൂട് സഹിക്കാൻ വയ്യ കേട്ടോ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൂടിങ്ങനെ കിടന്ന് നമ്മളിങ്ങനെ വേവുന്ന ചൂട്, അത്രയും ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സും എൻ്റെ മുടി, എനിക്ക് സത്യം പറച്ചെങ്കിൽ മുടി അഴിച്ചിടാൻ തോന്നണില്ല കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത്രയും മുടിയൊക്കെ ഉണ്ടാവുന്നത്, പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് ഉണ്ടാവണ്ടേ, മുടി ഉണ്ടാവില്ല. ഇത്രയും ഇല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ചെങ്കിലും, ഇതിൻ്റെ പകുതിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം മുടിയൊക്കെ അങ്ങനെ എടുത്ത് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ ഓർണമെൻറ്റ്സൊക്കെ അഴിച്ചു. നമ്മളിനി ഒന്ന് ഫ്രഷ് ആവണം. ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് കുളിച്ച് ഒന്ന് കിടന്നാൽ മതി എന്നുള്ളതായിരിക്കണം, കാരണം അത്രയും ക്ഷീണമല്ല, ചൂട്. കളിച്ചിട്ട് എനിക്ക് അങ്ങനെ ക്ഷീണം തോന്നി അങ്ങനൊന്നും ഉണ്ടായില്ല, പക്ഷെ ചൂട് സഹിക്കാൻ പറ്റണില്ല, അതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് ഇനി കുളിക്കുക, കിടക്കുക. ഭക്ഷണമൊന്നും കഴിക്കേണ്ടില്ല, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. വീടൊക്കെ ക്ലീൻ ചെയ്ത് പോയത് കാരണം വേറെ ഒരു പണിയുമില്ല. നമ്മൾ കുളിക്കുക, കിടക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ എവിടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ പോവാറ് കേട്ടോ. കാരണം എവിടെയെങ്കിലും പോയി വന്നിട്ട് എനിക്ക് പണിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. ഇനി ഞാനൊന്ന് കുളിക്കട്ടെ. അപ്പോൾ ഇതേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി. അപ്പോൾ ഇനി കിടക്കാൻ പോവാം, ഇനി ഒരു പണിയുമില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.